ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ കീം ഡിആർക്കിന്റെ തേർഡ് ഫേസ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഈ ഓപ്ഷൻ കൺഫർമേഷൻ 22-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ട് 26-ാം തീയതി 11:59 PM വരെയാണ് അവൈലബിൾ ആയിരിക്കുക. സെക്കൻഡ് ഫേസിൽ പങ്കെടുത്തിട്ട് സീറ്റ് കിട്ടിയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ആ കോളേജിൽ ജോയിൻ ചെയ്യാതിരുന്നാൽ നിങ്ങളിവിടെ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താവുന്നതായിരിക്കും. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ 28-ാം തീയതി പ്രൊവിഷണൽ അലോട്ട്മെന്റ് വരും, 29-ാം തീയതി ഫൈനൽ അലോട്ട്മെന്റ് വരും. അപ്പോൾ നമുക്ക് ആർക്കൊക്കെ ഈ ഒരു ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് കോളേജസ് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പങ്കെടുക്കാം. അപ്പോൾ നിങ്ങൾ അന്ന് ആഡ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് കൂടാതെ ഏതെങ്കിലും കോളേജസോ കോഴ്സസോ പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ കോളേജസ് ഈ ഒരു ഓപ്ഷൻ കൺഫർമേഷനിൽ പുതിയതായിട്ട് ആഡ് ചെയ്യാൻ പറ്റുക. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസിന് നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് അതിൽ തന്നെ ഏതെങ്കിലും കോളേജസ് താല്പര്യമില്ല, ഡിലീറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അതല്ലാതെ അന്ന് ആഡ് ചെയ്യാത്തൊരു കോളേജസ് വീണ്ടും ആഡ് ചെയ്യാന്നുള്ളത് സാധിക്കുകയെന്നല്ല. പിന്നെ പല കുട്ടികളുടെയും മറ്റൊരു ഡൗട്ടാണ്, നിങ്ങളിതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുമെന്നുള്ളത്. പങ്കെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടിയ സീറ്റ് നഷ്ടപ്പെടില്ല. നിങ്ങൾ കിട്ടിയ സീറ്റിനേക്കാളും ഹയർ ഓപ്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് കിട്ടിയാൽ മാത്രം നിങ്ങളുടെ സീറ്റ് വെച്ച് മാറുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഓൾറെഡി ഫസ്റ്റ് നമുക്കൊരു TKM കൊല്ലത്തിൽ കിട്ടി, ആഗ്രഹിക്കുന്നു CT ട്രിവാൻഡ്രമാണ്, അപ്പോൾ നിങ്ങൾ വീണ്ടും പങ്കെടുത്തു കഴിഞ്ഞാൽ TKM കൊല്ലത്തിൽ സീറ്റ് നഷ്ടപ്പെടും എന്നുള്ളൊരു അവസ്ഥയില്ല. നിങ്ങൾക്ക് CT ട്രിവാൻഡ്രം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ TKMത്തെ സീറ്റാണ് മാറ്റി ഇങ്ങോട്ട് ലഭിക്കുന്നത്. അത് നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നതാണ്. നിങ്ങൾക്ക് വൺസ് പിന്നെ CT കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പഴയ കോളേജിലേക്ക് ബാക്കിലേക്ക് പോകാനൊരു ഓപ്ഷൻ മാത്രം ഉണ്ടാവുന്നതല്ല. ഞാനൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ പല കുട്ടികളും ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്, നമുക്ക് ഇന്ന കോളേജിൽ സീറ്റ് കിട്ടി, ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത കോളേജാണ്, നമ്മൾ ഫീസ് അടയ്ക്കണോ, അത്രയും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ താല്പര്യമില്ലാത്ത കോളേജസ് നമ്മൾ ഒരിക്കലും ഓപ്ഷൻസിൽ കൊടുക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ താല്പര്യമില്ലാത്ത കോളേജസ് നിങ്ങൾ ഓപ്ഷൻസിൽ കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ടോട്ടൽ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താവുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല സ്പോട്ട് അലോട്ട്മെന്റിൽ ഗവൺമെന്റ് കോളേജസ് ഒക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആഗ്രഹിക്കുന്ന കുട്ടികളെല്ലാവരും തന്നെ തേർഡ് അലോട്ട്മെന്റ് ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും ഓപ്ഷൻസ് കൺഫർമേഷൻ കൊടുക്കുക മസ്റ്റായിട്ടും. നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കാനൊരു ഇതുണ്ട്, പക്ഷെ കോളേജസിൽ പോയി നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ ബൈ ഡീഫോൾട്ട് നിങ്ങൾ അതിൽ നിന്ന് പുറത്താവും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.